നമസ്കാരം. നമ്മുടെ സദ്യയിലെ പ്രധാനപ്പെട്ട ഒന്നായ സാമ്പാറാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഭവം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 കപ്പ് സാമ്പാർ പരിപ്പ്, പിന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 കപ്പ് വെള്ളത്തിൽ കുറച്ച് കൊച്ചുള്ളി, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾ. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 5-6 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഈ സാമ്പാറിലേക്ക് ഒരുപാട് കഷ്ണങ്ങളൊന്നും എടുക്കുന്നില്ല. ഒരു പൊട്ടറ്റോ, ഒരു ക്യാരറ്റ്, ഒരു പച്ചക്കായ, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക, തക്കാളി, ഇത്ര മാത്രമാണ് കേട്ടോ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. നമ്മുടെ സദ്യയിൽ ഒരുപാട് കഷ്ണങ്ങളൊന്നും കാണില്ലല്ലോ സദ്യ വിളമ്പുന്ന സാമ്പാറിൽ. അപ്പോൾ അതേ സ്റ്റൈലാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ സാമ്പാർ തയ്യാറാക്കുന്നത്. കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ പീസ് കായം അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. പിന്നെ ഇതുപോലെ ഒരു ഉരുളി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 5-10 വെണ്ടയ്ക്ക അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ നമുക്കിത്. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊച്ചുള്ളിയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. ഞാനൊരു 10 കൊച്ചുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊരു ചേർത്തെടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി അത് ചേർത്തെടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാൻ 1/2 ടീസ്പൂണോളമാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ. പിന്നെ സാമ്പാർ പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അല്പം മഞ്ഞളാണ്. പിന്നെ വേണ്ടത് നമ്മുടെ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒരു 2 വലിയ തക്കാളി അത് ഇതുപോലെ മുറിച്ച് അതും കൂടി ചേർത്തെടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി മസാലക്കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം ആ കുക്കറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയാണ്. അത് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞ് അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പരിപ്പ് വേവിച്ചപ്പോഴാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തത്. കഷ്ണങ്ങൾ ഇട്ടപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ പോരായ്കയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട്. തിള വന്നതിന് ശേഷം ഉലുവയുടെ പൊടിയാണ് കേട്ടോ. ആ പൊടി ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ശർക്കര അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കൊല്ലമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം. അപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈലുള്ള സാമ്പാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അടുത്ത ഒരു ഓണ വിഭവമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.